ഭഗവാൻ കുചേലൻ എത്രയോ കാലം ഭഗവാന്റെ കൂടെ പഠിച്ചതാ. സതീർത്ഥ്യനാണ്, രണ്ടുപേരും കൂട്ടുകാരാണ്. ഭഗവാനാണ് എന്ന് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല ആദ്യകാലത്ത് ബാല്യകാലത്ത് സഹകരിച്ചത്. പക്ഷേ എന്തോ ഒരു വ്യക്തി മാഹാത്മ്യം കൂടുതലുള്ള ആളാണ്. പക്ഷെ കുചേലൻ എന്ന ബ്രാഹ്മണന്റെ പിതാമഹൻ അത് സാധാരണ ആളല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നും കുചേലൻ ഗുരുകുലത്തിലേക്ക് പഠിക്കാൻ വരുമ്പോൾ ഒരു പൊതി കൊടുത്ത് വിടും ഈ സുധാധാമിൻ്റെ അച്ഛൻ. എന്തെങ്കിലും ഭഗവാന് ഒന്ന് കൊടുത്തു വിടും. നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ വെറും കൈയോട് പോകരുതെന്ന് പറയുന്നതിൻ്റെ ഒരു പാഠനം അവിടെ നിന്ന് ആരംഭിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാതൃകയാക്കി തന്നിരിക്കുകയാണ്. 5000 വർഷങ്ങൾക്ക് മുൻപ് കുചേല പരമാത്മാവ് ശ്രീകൃഷ്ണ പരമാത്മാവിനോട് ചെയ്തിട്ടുള്ള ആ പ്രക്രിയ നമ്മുടെ ജീവിതത്തിലൊരു പാഠമാണ്. ഈശ്വരനെ കാണാൻ പോകുമ്പോൾ വെറും കൈയോട് പോകരുത്. സ്വാമി, എൻ്റെ പൈസ ഒന്നുമില്ല, അമ്പലത്തിൽ പോകണമെന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് കാണിക്കിടണ്ടേ? വീട്ടിൽ പൂവല്ലേ നിൽക്കുന്നത്? നല്ല പോലെ കുളിച്ച് വൃത്തിയായി നല്ലൊരു ഇല പറിച്ച് കഴുകി അതിലേക്ക് പറിച്ചു വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ അത് മതിയല്ലോ ഭഗവാന്. ഭഗവാന് നിങ്ങളുടെ മനസ്സാണ് വേണ്ടത്. ഭഗവാൻ ഉള്ളിലാണ് ഇരിക്കുന്നതും. അതറിയാത്തവരാണ് പുറത്തേക്ക് നോക്കി കാണാൻ ശ്രമിക്കുന്നത്. അപ്പം അവർക്ക് വേണ്ടി അവർ ഭൗതികമായി എന്തെങ്കിലും കൊണ്ട് സമർപ്പിച്ചാലും ഭഗവാൻ ഇഷ്ടമാണ്. ഇപ്പം ഇരിക്കുന്ന സമർപ്പണം കണ്ടില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും ഇതിൻ്റെ ഇരട്ടി ഇങ്ങോട്ട് വരണം. ഇതൊന്നും ആയിട്ടില്ല. ഒരുപാട് സപ്താഹ വേദികളിൽ ഇങ്ങനെ ദൈനംദിനം പോകുന്നുണ്ട്. ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ആചാര്യനെ കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. 10-50 ചാക്ക് അരി, അതിലേറെ അരികൾ ഇങ്ങനെ ചാക്ക് കണക്കിന് വന്നിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളൊക്കെ ഇത്രയും വളർന്നുവല്ലോ. ഒരു യജ്ഞം നടക്കുമ്പോൾ പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണ് ഈ ഭാഗവത സപ്താഹം എന്ന് പറയുന്നത്. ദൈവത്തെ സംബന്ധിക്കുന്ന ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, അത് കേൾക്കുക, അത് ദൈവയജ്ഞത്തിൻ്റെ ഭാഗമായി നമുക്കതിനെ കാണാം. അവിടെ നടക്കുന്ന പൂജാതി കർമ്മങ്ങളോടാകുമ്പോൾ ബ്രഹ്മയജ്ഞം ദൈവയജ്ഞം ആയല്ലോ. പഞ്ചമഹായജ്ഞങ്ങളിൽ 2 ഈ വേദികളിൽ തന്നെ നടക്കുകയാണ്. ക്ഷേത്രദർശനം, അതുപോലെ ഇവിടെ നടക്കുന്ന പൂജാദികൾ, പാരായണം, അത് കഴിഞ്ഞ് ആ മഹത് ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ മനുഷ്യൻ ജന്മത്തിൽ നമ്മൾ പരിപാലിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങളിൽ 2 പഞ്ചയജ്ഞാന ഗുരുവാണോ നൂനം ദുർഗതീം ആപ്നായിതഹ. പഞ്ചയജ്ഞങ്ങൾ പരിപാലിക്കാത്ത ഗൃഹസ്ഥൻ ദുർഗതിയെ പ്രാപിക്കുമെന്നാണ് പറയുക. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് കഴിഞ്ഞിട്ടുള്ള യജ്ഞമുണ്ട്, ഭൂതയജ്ഞം. ഭക്ഷ്യമൃഗാദികൾക്ക് അന്നം കൊടുക്കുക. നമ്മുടെ വീട്ടിലെ മരങ്ങളിലൊക്കെ മാങ്ങയും ചക്കയും പേരയ്ക്കയും ഒക്കെ ഉണ്ടാകുമ്പോൾ തിമിർത്തിങ്ങ് പറിക്കാൻ പാടില്ല. ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, പക്ഷികൾക്ക് കൂടി കഴിക്കാനുള്ളതാണ്. ജഗദീശ്വരൻ്റെ സൃഷ്ടിയിലുള്ളതാണ് ഈ പ്രപഞ്ചം. കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല. ശരീരവും നീർക്കുമിള പോലെ നിലയിട്ടതാകുന്നു. എപ്പോൾ വേണമെങ്കിലും ഇത് നിന്നാൾ ഇറങ്ങിപ്പോകാം. അപ്പം നമുക്ക് പോകുമ്പോൾ നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസർ വേണ്ടേ? അതുകൊണ്ടാണ് വർക്ക് ഈസ് വർഷിപ്പ് എന്ന് മുമ്പേ പറഞ്ഞു. പ്രവൃത്തിയാണ് ഈശ്വരപൂജ. മറ്റുള്ള മനുഷ്യർക്ക്, ജീവജാലങ്ങൾക്ക്, പ്രകൃതിക്ക് നമ്മൾ എന്തു ചെയ്തു എന്ന് ഈശ്വരന്റെ മുൻപിൽ, മനസ്സാക്ഷിയുടെ മുൻപിൽ നമ്മൾക്ക് പറയാൻ ഭൂതയജ്ഞം. ചെടികൾ വെച്ച് പിടിപ്പിച്ച പോരാ, വെള്ളമൊഴിച്ചു കൊടുക്കണം. കെട്ടിയിട്ട് വളർത്തുന്ന മൃഗങ്ങൾക്ക് ആഹാരം കൊടുത്തിട്ടേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ചോറ് വെന്ത് നിവർത്തി കുടഞ്ഞാൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു തവി വെളിയിലേക്ക് കൊടുക്കണം. അത് പറന്നു കിടക്കുന്ന പക്ഷികൾക്ക്, നമ്മുടെ വീട്ടിൽ വന്ന് കിടന്ന് വേളം ഉണ്ടാക്കുന്ന ചില ജീവിയില്ലേ, കാക്കയും കിളികളും ഒക്കെ, അവർക്ക് കഴിക്കാനാ ഭൂതയജ്ഞം. അപ്പൊ ഗൃഹസ്ഥൻ പരിപാലിക്കേണ്ട യജ്ഞങ്ങളെക്കുറിച്ച് അവൻ അറിയാതെ ക്ഷേത്രദർശനവും വഴിപാടും പൂജയും ചെയ്തിട്ടൊരു കാര്യമില്ല. ഈ യജ്ഞങ്ങൾ അറിഞ്ഞു വേണം ചെയ്യാൻ. നമ്മുടെ മിക്കവാറും ഇപ്പോഴത്തെ പട്ടിയായിട്ട് ജനിക്കുന്നത് വലിയ നന്മയാണ് കേട്ടോ. അവർക്ക് മുൻപേ കൊടുക്കുന്ന വലിയ വലിയ വില കൂടിയ സാധനങ്ങളാണ്. ചില പാവങ്ങൾ പറയും അവൻ്റെ വീട്ടിൽ പട്ടില്ല. പക്ഷെ നമ്മുടെ എച്ചിൽ കഴിക്കാനുള്ള ജീവിയല്ല, കെട്ടിയിട്ട് വളർത്തുന്ന ജീവജാലങ്ങൾ. എന്തുകൊണ്ടെന്നാൽ അവർ പൂർവ്വജന്മങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ജന്മം ഇവർക്ക് ഇങ്ങനെ കിട്ടിയത്. നമുക്കിനി ഈ ജന്മം വീണ്ടും കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഇവർക്ക് എച്ചിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും നമ്മൾ എച്ചിൽ തിന്നാൻ നമ്മൾ തന്നെ ഒരുക്കുകയാണ്. അതുകൊണ്ട് നല്ലത് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭൂതയജ്ഞം. അത് കഴിഞ്ഞ് പറയുന്നത് പിതൃയജ്ഞമാണ്.
പിതൃയജ്ഞത്തിൽ മാതാപിതാക്കളെ പരിപാലിക്കണമെന്ന് പറയുന്നു. മാതാപിതാക്കൾ നമ്മളെ എങ്ങനെയാണോ എല്ലാം തന്നു വളർത്തിയത്, അതുപോലെ തന്നെ നമ്മൾ മാതാപിതാക്കളുടെ അവരുടെ സന്ധ്യാസമയത്ത്, അതായത് അവർ അണയാൻ പോകുന്ന ഒരു ദീപമാണ്. അപ്പോൾ അവരുടെ പ്രായമായിരിക്കുന്ന കാലഘട്ടത്തിൽ മക്കളിൽ നിന്ന് അവർ തിരിച്ചു പ്രതീക്ഷിക്കുന്നത് സ്നേഹമാണ്. അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഇല്ലെങ്കിൽ നമുക്കും നമ്മുടെ മക്കളിൽ നിന്നും കിട്ടില്ല. ഒരു വലിയ വീട്ടിലെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പ്രത്യേകം പാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. മക്കളെ, മകനും ഭാര്യയും, ഇത് അയാളുടെ മക്കൾ കാണുന്നുണ്ട്. ഈ പാത്രത്തിൽ അവരുടെ മക്കൾക്ക് കൊടുക്കില്ല. ഈ പാത്രം എന്താ എങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്? അതാ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയാ, അവർക്ക് സുഖമില്ലാത്തവരാ, അത് അവർക്ക് കൊടുക്കാനുള്ള പാത്രം നമ്മൾ എടുക്കരുത്, അത് ഇച്ചിരി മോശം പാത്രമാണ്. അങ്ങനെ മാറ്റി വെച്ച് കൊടുക്കുന്ന പല വീടുകളുമുണ്ട്. ഒടുവിൽ ഈ അപ്പൂപ്പനും അമ്മൂമ്മയും മരിച്ചപ്പോൾ ഈ കൊച്ചുങ്ങൾ ഈ പാത്രം കഴുകി കൊണ്ടുവന്ന് വരെ വെച്ചു. ഇനി ആ പാത്രം കളഞ്ഞേരും മക്കളെ, വേണ്ട. അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പോയില്ലേ, ഇനി അച്ഛനും അമ്മയ്ക്ക് ഈ പാത്രം വേണ്ടി വരും. ഞങ്ങൾക്ക് തരാൻ കൊടുത്തതേ കിട്ടൂ. കൊടുക്കുമ്പോൾ ആലോചിച്ച് കൊടുക്കുക. അവരുടെ ഉള്ളിലെ വേദന ഒരിക്കലും ഒരു പുറത്തേക്ക് പറയില്ല.